പറയുന്നത് സത്യമായിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിന് ഞാൻ തെളിവ് തരും? ഏത് കാര്യത്തിന്? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ലിയാഖത്ത് നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ചങ്ങായി നുണ കയ്യോടെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അയാളോട് നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ പറയൂ എന്ന് പറഞ്ഞാൽ ഏക്കത്തില് ആദ്യം ആ വെളിച്ചത്തേക്ക് ഇറങ്ങി, ആ ഇരുട്ടത്തുനിന്ന് ഒന്ന് വെളിച്ചത്തേക്ക് ഇറങ്ങി. കുറെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ആ ഇരുട്ടത്തിൽ ഇരുന്നിട്ട് അസത്യം മാത്രം പറയല്ലേ. അസ്സാം വലൈക്കും വറഹമത്തുള്ള. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു 3 കളവുകൾ നമ്മൾ തുടരെയായിട്ടുള്ള വീഡിയോകളിലേക്ക് പിടിച്ചതായിട്ട് നമ്മൾ കാണിച്ചു. വീണ്ടും അതിനുശേഷം നമ്മളൊരു 15 കളവുകളുടെ ഒരു ലിസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കാണാത്തവർ അത് കാണുക. അപ്പം ടോട്ടൽ 18 കളവുകൾ നമ്മൾ മൊത്തം ഇപ്പോൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നിനൊക്കെ മറുപടി പറയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലിയാഖത്തിന് പറയാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഈ കളവ് വലുതേ ഒരു വീരവാദം നോക്കി പോലെ ഇഷ്ടം പോലെ ഇനിയും കിടക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 2 കളവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ആ കളവുകൾ ആദ്യമേ കേൾക്കാം. നാട് മൊത്തം നടന്നിട്ട് ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കാൻ ഞാൻ ഏതെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് തെളിവടക്കം കാണിക്കുക എന്നൊക്കെ പറഞ്ഞെടുക്കാന്നല്ലാതെ കാണിച്ചപ്പോ ഇപ്പം മറ്റേ ഒരു പഴയ ഒരു കോമഡി ഉണ്ടല്ലോ, ആരാടാ എന്നോട് കളിക്കാനുള്ളത് എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ ആരില്ല കളിക്കാനുള്ള ആൾ ഇറങ്ങിയപ്പോ ഇപ്പൊ ആളെ കാണാനില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത 2 കളവുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. അത് എങ്ങനെയാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും കളവ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. 13 കൊല്ലം ആ കാലഘട്ടത്തിൽ പരിഷ്കൃതരായ ജനാധിപത്യ സംസ്കാരവും ഭരണഘടനയും നിയമമുള്ള നാട്ടിലല്ല, ഗോത്ര നിയമം നിലനിൽക്കുന്ന നാട്ടിൽ ആ ഗോത്രങ്ങളുടെ മുഴുവൻ വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ച് മുഹമ്മദ് 13 കൊല്ലം ജീവിച്ചു എങ്കിൽ അതെന്തിൻ്റെ തെളിവാണ്? മുഹമ്മദിനെ ആക്രമിച്ചിരുന്ന ഒരു അക്രമി സംഘത്തിൻ്റെ തെളിവാണോ, അതോ സഹിഷ്ണുതയുടെ വക്താക്കളായിട്ട് മുഹമ്മദ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതല്ല മദീനയിലേക്ക്? മക്കയിൽ മുഹമ്മദിന് ആശ്രയമായിരുന്ന, മുഹമ്മദിൻ്റെ ശക്തിയായിരുന്ന ഖദീജയുടെ മരണവും ഈ അവിശ്വാസവും ഈ പ്രകോപനവും ഒക്കെ ഉണ്ടാകുമ്പോഴും മുഹമ്മദിനെ സംരക്ഷിച്ചു പിടിച്ച പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മരണവും ഏകദേശം ഒരേ വർഷത്തിൽ സംഭവിക്കുന്നു. 13 വർഷം. ഓക്കെ, അപ്പൊ ഇയാൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മക്ക ജീവിത കാലഘട്ടത്തിൽ 13 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു പീഡനവും സഹിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അതായത് മരണപ്പെട്ടില്ല, അതാണ് വലിയ തെളിവ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഒരാൾ മരണപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണോ? ഒന്നാമത്തെ കളവാണ് ഇയാൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുപാട് പ്രാവശ്യം കൊലപാതക ശ്രമം ഉണ്ടായതായിട്ട് നമുക്ക് പല ഹദീസുകളിലും കാണാൻ കഴിയും. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആളുകളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള 2 ആളുകളെ കൊന്നതായിട്ടുള്ള ചരിത്രത്തിലുമുണ്ട്. എന്താണ്? യാസിർ, അതേപോലെ തന്നെ സുമയ്യ ബീവി, ഇവരൊക്കെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഒരു വിശ്വാസികളായി എന്നുള്ളതിന് കൊണ്ട് മാത്രമാണ് അവർ കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾക്ക് പല ആളുകളും ഇരയായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. പിന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത് അള്ളാഹുവാണ് അതിന് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ അവർക്ക് എന്നേ കൊല്ലാൻ കഴിയുമായിരുന്നു. പല രീതിയിലും അവർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫെയിലാണ് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ അറ്റംപ്റ്റ് ആണ് ഇവർ എല്ലാം കൂടി പ്രവാചകനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഈ മക്കക്കാരിലുണ്ടായിരുന്ന ഖുറൈശികളായിട്ടുള്ള ഒരു 10ഓളം ഗോത്രങ്ങൾ, എല്ലാ ഗോത്രങ്ങളും ഈ ബനു ഹാഷിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോത്രം ഒഴികെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. ആ സംഭവം നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹുവയെ കട്ടിലിൽ കെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുന്നിൽ കൂടിയാണ് മണ്ണ് എറിഞ്ഞിട്ട് പോകുന്ന ആ ഒരു അത്ഭുതമായ സംഭവം നടക്കുന്നത്. അവർ കണ്ടിട്ട് തന്നെയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതായിട്ട്. അപ്പോൾ ഇത് ഒരു മൂജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ളത്, അല്ലാതെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ല ഇത്. ഇയാൾക്ക് അറിയായിട്ടല്ല, ഇത് പച്ചക്കളവാണ് ഇയാൾ പറയുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് പച്ചക്കളവാണ്. ഇനി അതല്ല എന്നുള്ളത് ഇയാളാണ് തെളിയിക്കേണ്ടത്. കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ തെളിവ് എങ്കിൽ അതൊരിക്കലും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ തെളിവല്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇയാളുടെ ബുദ്ധി എന്ന് ആദ്യം മനസ്സിലാക്കുക. ബുദ്ധിയല്ല, ഇത് കുബുദ്ധിയാണ്. എന്തായാലും നമുക്ക് അടുത്തേക്ക് കിടക്കാം. അബൂ ലഹബ് മരിച്ചത് അതുകൂടി നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഉഹദ് ബദർ യുദ്ധം കഴിഞ്ഞ് അതിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിന്റെ വിജയ വാർത്ത, അതായത് മക്കക്കാരെ സംബന്ധിച്ച് മക്കക്കാരുടെ പരാജയ വാർത്ത അറിഞ്ഞ സമയത്ത് മക്കയിൽ ഉണ്ടായിരുന്ന
അബ്ബാസിന്റെ ഭാര്യ, അബ്ബാസിന്റെ അടിമയായിരുന്ന ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവർ പണി ചെയ്ത് അമ്പ് മൂർച്ചയായി രാഗിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂലഹബ് അവിടേക്ക് വരികയും ഈ വിജയത്തിന്റെ കഥ പറയുകയും ചെയ്ത സമയത്ത് അബൂലഹബ് ഇയാളെ പിടിച്ച് ഉന്തിന്നോ തള്ളിന്നോ അടിച്ചു എന്നൊക്കെ പറയും. അതായത് മക്കാർ പരാജയപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന രണ്ട് മക്കാരെ കണ്ടപ്പോൾ അതിൽ ക്ഷുഭിതനായ അബൂലഹബ് അതിനോട് പ്രതികരിച്ചു, അത് ഉദയം പിടിച്ചു തള്ളി എന്നൊക്കെ പറയും. ആ സമയത്ത് ഈ പറയപ്പെടുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഒരു വിറക് കൊള്ളി എടുത്ത് അബൂലഹബിന്റെ തലയെ അടിച്ച് പൊളിച്ചു. തലയോട്ടി പിളർന്ന് അത് സെപ്റ്റിക് ആയിട്ടാണ് 7 ദിവസത്തിലധികം ജീവിച്ചിരുന്നില്ല എന്നാണ് കഥ. അപ്പോ അബ്ബാസിന്റെ ഭാര്യ തലക്കടിച്ച് കൊന്നതിനാണ് അള്ളാഹു കുറ്റം കൊള്ളുന്നത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മിച്ചു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അബൂലഹബിന്റെ മരണവുമായി ബന്ധപ്പെട്ട കളവാണ്. അതായത് ഇദ്ദേഹത്തിന് അടി കിട്ടിയ ഒരു സംഭവം ഉണ്ട്, സംഭവം നടന്ന സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാര് ബദറിൽ തോറ്റ ആ ഒരു സന്ദർഭത്തിൽ ഈ തോൽവിയുടെ വാർത്ത അറിയിക്കാൻ വന്ന അബൂ സുഫിയാൻ, ആ സമയത്ത് അവർക്ക് എന്തോ പുറമേ നിന്നും എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തി അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമയായിട്ടുള്ള ഒരാള് അബൂ റാഫി എന്ന പേരുള്ള, ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് അബൂ റാഫി എന്നാണ് കാണാൻ കഴിയുക. അപ്പൊ അദ്ദേഹം ഇത് കേട്ടപ്പം അത് മലക്കുകളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സന്തോഷ പ്രകടനം നടത്തിയിരുന്നു. അത് അട്ടഹസിച്ചു അങ്ങനൊന്നല്ല, അയാള് മലക്കുകളായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഈ ഒരു സന്തോഷ പ്രകടനം കണ്ടപ്പം ഈ ബദറിൽ തോറ്റതിന്റെ ആ അരിഷ്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാരണം ഇത് കണ്ട് സഹിക്കാനാവാതെ, അതായത് ഈ ദുർബലനായ ഈ ആളെ എന്ത് ചെയ്തു, പൊതിരെ തല്ലിന്നോ അല്ലെങ്കിൽ ഉന്തിന്നൊന്നല്ല, കൃത്യമായിട്ട് പൊതിരെ തല്ലിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇയാള് ഒക്കെ കളവ് പറയാ, അത് തള്ളി, അത് എന്തൊരു ഇതായിട്ടല്ലേ പറയുന്നത്, ഒരു അടിമയായിട്ടുള്ള ഒരാളെ അത് ഉന്തിയോന്ന് തല്ലിയോന്ന് അങ്ങനൊന്നല്ല, പൊതിരെ തല്ലിയിട്ടുണ്ട്. ഈ തല്ലുന്നത് കണ്ടിട്ടാണ് ഉമ്മു ഫളൽ വന്നിട്ട് ഇദ്ദേഹത്തെ ഒരു വടിയെടുത്തിട്ട് തലക്കടിക്കുന്നത്. ആ സമയത്ത് തലയോട്ടി പിളർന്നു എന്നൊന്നും ഇവിടെ ഈ രേഖയിലൊന്നും കാണാൻ കഴിയില്ല. തലയോട്ടി പിളർന്നാൽ തന്നെ അന്ന് അങ്ങനെ ആധുനികമായിട്ടുള്ള ആശുപത്രി ഒന്നുമില്ല, അപ്പൊ തന്നെ ആരും മരണപ്പെടും. ഏറി വന്ന ഒരു ദിവസം ചിലപ്പോൾ ജീവിച്ചെന്ന് വരും, അതിനുള്ളിൽ ആൾ മരണപ്പെടും. പിന്നെ സെപ്റ്റിക് ആയിട്ട് മരിച്ചു എന്നാണ്. സെപ്റ്റിക് ആയിട്ട് എത്ര ദിവസം കിടക്കും? ഇവിടെ കൃത്യമായിട്ട് ഈ ചരിത്രത്തിൽ കാണാൻ കഴിയുക. അതിനുശേഷം 7 നാളോ അല്ലെങ്കിൽ 10 നാളോ എന്നുള്ള രീതിയിലാണ് പല ചരിത്രത്തിലും വ്യത്യാസങ്ങൾ കാണാം. എന്തായാലും 7 നാൾ മാത്രമാണ് ജീവിച്ചത്. അവൻ വസൂരി ബാധിച്ച് ശരീരമാസകലം ചീഞ്ഞു പൊട്ടി ആർക്കും അടുക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. മക്കൾ പോലും കൈയൊഴിഞ്ഞു. 3 ദിവസം ജഡം മറമാടാതെ അവിടെ കിടന്നുപോലും. അവസാനം ഒരു കുഴിയിലേക്ക് വടി കൊണ്ട് തോണ്ടിയെറിഞ്ഞ് അകലെ നിന്ന് കല്ലിട്ട് മൂടിക്കളഞ്ഞു. ഇതാണ് സംഭവം നടന്നിട്ടുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ ദേഹം മൊത്തത്തിലാണോ ആ ഒരു വ്രണങ്ങൾ ഉണ്ടാവുക? അല്ല, ഇത് കൃത്യമായിട്ട് ഇയാൾക്ക് ബാധിച്ചത് വസൂരിയാണ് എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു ഊറ്റം കൊള്ളാന്നൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത്? ഇനിയിപ്പോ അള്ളാഹു ഒരു ശിക്ഷ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ കയ്യിലാകും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആള്, ഈ അബൂലഹബ്, ഈ പാവപ്പെട്ട ആള് പൊതുവെ തല്ലുന്നത് കണ്ടതിന്റെ ശേഷമാണ് ഉമ്മു ഫളൽ വന്നിട്ട് ഇയാളെ ഒരു വടിയെടുത്ത് അടിക്കുന്നത്. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു മുസ്ലിം ആയതുകൊണ്ട്, ഒരു വിശ്വാസി ആയതുകൊണ്ട് അയാളെ എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം. ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഒരു പാവപ്പെട്ട ഒരാളെ വെറുതെ ഒരാൾ തല്ലുക, അത് എല്ലാവരും നോക്കി നിൽക്കണം എന്നാണോ? അവിടെ ഒരു പ്രതികരണമായിട്ട് ഒരു സ്ത്രീ വന്നു എന്നുള്ളത് ഇയാൾക്ക് എന്തോ ഭയങ്കര ഊറ്റം കൊള്ളാന്നൊക്കെ പറയാം. എത്രത്തോളം ഉണ്ട് ഇയാളുടെ മനോഭാവം? ഒരു മുസ്ലിം എവിടെയെങ്കിലും അടി കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ചിരിക്കും, മനസ്സിലെങ്കിലും ചിരിക്കും, പുറത്തേക്ക് ഇരിച്ചില്ലെങ്കിൽ. ഇത്രക്കുണ്ട് ഇവരുടെയൊക്കെ മനോഭാവം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നിർത്താണ്. കളവുകൾ ഇങ്ങനെ പടച്ചു വിടുക എന്നുള്ളതല്ലാതെ സത്യം പറഞ്ഞ് ശീലമല്ല എന്ന് മനസ്സിലായി. ഇതൊന്ന് തെളിയിക്ക്. കൃത്യമായി നിങ്ങൾ പറഞ്ഞല്ലോ, തലയോട്ടി അടിച്ചു പൊളർന്നു. ഒരു കോമൺ സെൻസ് ഒക്കെ ഉപയോഗിക്കണ്ടേ? 7 ദിവസം ജീവിക്കുമോ തലയോട്ടി പൊളർന്നു കഴിഞ്ഞാൽ? എന്ത് വിഡ്ഢിയാണ് താൻ?